നമസ്കാരം. ന്യൂസ് 18 ടോപ്പ് 18ലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിലൂടെ സഞ്ചരിച്ചത് ഇന്നേ വരെ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിക്കും നൽകിയിട്ടില്ലാത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലൂടെയായിരുന്നു. കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ നിന്ന് തുടങ്ങിയ സുരക്ഷാ ഇടനാഴിയിലൂടെയുള്ള യാത്ര പലയിടത്തും ജനങ്ങളെ പെരുവഴിയിൽ തടഞ്ഞിട്ടു. ചിലയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായി. കോട്ടയത്ത് നിന്ന് റോഡ് മാർഗം എറണാകുളം വഴി രാത്രി തൃശൂർ വരെ നീണ്ടു പോലീസ് കെട്ടിയ സുരക്ഷാ കോട്ട. കോട്ടയം നഗരം ഇന്ന് ഉണർന്നത് തന്നെ വലിയ പോലീസ് ബന്ദോബസ്തിന് നടുവിലേക്കാണ്. ഇന്നലെ രാത്രി നാട്ടകം ഗസ്റ്റ് ഹൌസിൽ തങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നഗരത്തിലെ മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന KGOA സംസ്ഥാന സമ്മേളനമായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടി. സ്വപ്ന സുരേഷ് ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായാൽ ചെറുക്കാനൊരുക്കിയത് ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കും കേരളം നൽകിയിട്ടില്ലാത്ത സുരക്ഷ. രാവിലെ 9 മണിക്ക് തന്നെ കോട്ടയം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായ KK റോഡിലെ കളക്ട്രേറ്റ് മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗം അടച്ചു. വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങൾ ക്രെയിൻ കൊണ്ടുവന്ന് പോലീസ് എടുത്തുമാറ്റി. DIG R നിശാന്തിനി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുക്കാൻ പിടിച്ച് നേരത്തെ നഗരത്തിലെത്തിയിരുന്നു. 8 DYSPമാരും നിരവധി CIമാരും അടക്കം 500ഓളം പോലീസുകാർ നാട്ടകം ഗസ്റ്റ് ഹൌസ് മുതൽ മാമൻ മാപ്പിള ഹാൾ വരെ അണിനിരന്നു. രാവിലെ മുതൽ സുരക്ഷാ സംവിധാനങ്ങൾ കനത്തതോടെ ജനം വലഞ്ഞു. ആശുപത്രികളിൽ നിന്ന് പോലും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയായിരുന്നു നഗരത്തിൽ. നാട്ടകം ഗസ്റ്റ് ഹൌസിൽ നിന്ന് യോഗസ്ഥലത്തേക്കുള്ള യാത്ര മണിപ്പുഴ എത്തിയപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്ന് യുവമോർച്ച പ്രവർത്തകർ ആദ്യം കരിങ്കൊടിയുമായി എത്തി. പഴുതടച്ച സുരക്ഷയാണ് യോഗസ്ഥലമായ മാമൻ മാപ്പിള ഹാളിൽ ഒരുക്കിയിരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് പാസ് ഏർപ്പെടുത്തിയിരുന്നു. പാസില്ലാത്ത ആരെയും പ്രവേശിപ്പിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ് എറണാകുളത്തേക്ക് മടങ്ങുന്ന വഴി നാഗമ്പടം പാലത്തിന് സമീപമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഇവിടെയും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
40ഓളം പോലീസുകാരാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിൽ മാത്രമുണ്ടായിരുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ നഗരത്തിലെ ജനങ്ങൾ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. നിയന്ത്രണം മുൻകൂട്ടി അറിയാതെ എത്തിയവർ പെരുവഴിയായെന്ന് ചുരുക്കം. ന്യൂസ് 18 കോട്ടയം. കോട്ടയത്ത് നിന്ന് എറണാകുളത്തെത്തിയ മുഖ്യമന്ത്രിക്ക് അവിടെയും ഒരുക്കിയത് കനത്ത സുരക്ഷ. വൈറ്റില മുതൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെ സുരക്ഷാ കോട്ടയ്ക്ക് നടുവിലൂടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനമെത്തിയത്. പലയിടത്തും വഴിയൊരുക്കാൻ റോഡിൽ ഗതാഗതം തടഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിന് മുന്നിലും ഗതാഗതം നിയന്ത്രിച്ചു. നഗരമാകെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. അഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ കൊച്ചിയിലെ ആദ്യ പരിപാടി നടന്ന കലൂരിൽ സുരക്ഷയൊരുക്കിയത്. കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലെ സ്വകാര്യ ലാബിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു അത്. 3:15 ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രിക്ക് കലൂർ വരെ പഴുതടച്ച സുരക്ഷ ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി പുറപ്പെട്ടതു മുതൽ കലൂരിൽ എത്തുന്നതുവരെ റോഡിൽ ഇറങ്ങാൻ ജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കലൂരിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത മാസ്ക് ധരിച്ചെത്തിയ മാധ്യമപ്രവർത്തകരോട് മാസ്ക് മാറ്റണമെന്ന് നിർദ്ദേശം നൽകി. കറുത്ത മാസ്കിന് പകരം സംഘാടകർ മറ്റൊരു നിറത്തിലുള്ള സർജിക്കൽ മാസ്ക് നൽകി. അതിനിടെ കലൂരിൽ പരിപാടി നടന്ന മെട്രോ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 2 ട്രാൻസ്ജെൻഡറുകളെയും പോലീസ് തടഞ്ഞു. വലിയ തർക്കമാണ് ഇതേ തുടർന്നുണ്ടായത്. മെട്രോ സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും എത്തേണ്ടിടത്ത് എത്തിക്കാമെന്നും പോലീസ് ട്രാൻസ്ജെൻഡറുകളായ അവന്തികയോടും അന്നയോടും പറഞ്ഞു. യുവമോർച്ച പ്രവർത്തകരാണ് ഇരുവരും. മെട്രോ സ്റ്റേഷന്റെ എതിർവശത്തെ പ്രവേശന കവാടത്തിലൂടെയാണ് ഇരുവരും ട്രെയിൻ കയറാനെത്തിയത്. ഇതുവഴി നേരത്തെ തടസ്സം പോലീസ് സൃഷ്ടിച്ചിരുന്നു. കലൂരിലെ ലാബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ചെല്ലാനത്തായിരുന്നു മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടി. കലൂരിൽ നിന്ന് ചെല്ലാനം വരെയുള്ള പാതയിൽ മുഖ്യമന്ത്രി പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഗതാഗതം തടഞ്ഞിരുന്നു. ചെല്ലാനത്ത് നിന്ന് തൃശൂരിലേക്ക് മുഖ്യമന്ത്രി തിരിക്കും മുമ്പ് തന്നെ തൃശൂർ രാമനിലയം പോലീസ് ബന്ദോബസ്തിലാക്കിയിരുന്നു. ജലപീരങ്കിയടക്കം രാമനിലയത്തിന് മുന്നിൽ സജ്ജീകരിച്ചാണ് പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കിയത്. ജനങ്ങളെ വഴിയിൽ തടഞ്ഞിട്ട മുഖ്യമന്ത്രിയുടെ സുരക്ഷാ യാത്രയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു UDF-കാരനും കല്ലെറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങിയ ആളല്ലേ മുഖ്യമന്ത്രിയെന്നും VD സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും വലിയ സുരക്ഷയിൽ പോകുന്നത് കേരളത്തിൽ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉമ്മൻചാണ്ടിയെ CPM-കാർ കല്ലെറിഞ്ഞതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു UDF-കാരനും കല്ലെറിയില്ല. ഞാൻ വാക്കു പറയാം, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. എന്തിനാണ് ഇത്രയും വലിയ സുരക്ഷ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ല, ഊരിപ്പിടിച്ച വാളുകൾ ഇടയിലൂടെ നടന്നു നീങ്ങിയ ഒരാൾ എന്തിനാണ് ഇപ്പൊ ഭയപ്പെടുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത സുരക്ഷയാണ് കോട്ടയത്ത് മുഖ്യമന്ത്രിക്ക് ഏർപ്പെടുത്തിയതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ വിമർശിച്ചു. കോട്ടയത്ത് സാധാരണക്കാരന് പോലും വഴി നടക്കാൻ കഴിയാത്ത വിധത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത സുരക്ഷയൊരുക്കാൻ കേരളത്തിലെ പോലീസിനെ മുഴുവൻ നിയോഗിച്ചിരിക്കുകയല്ലേ. കോട്ടയം ജില്ലയിലെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കേട്ടു മാധ്യമങ്ങൾ. കോട്ടയം ജില്ലയിലെ മുഴുവൻ DYSP-മാരെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുക. എന്നിട്ടും ജനങ്ങൾ പ്രതിഷേധിച്ചു. ഈ പരിഭ്രാന്തി അത് തന്നെ വളരെ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട്. ആശുപത്രിയിലെത്തിയ ജനങ്ങളെ പോലും വഴിയിൽ തടഞ്ഞിട്ട് സുരക്ഷയൊരുക്കൽ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിമർശനം. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിട്ടുള്ള പോലീസ് നടപടിയാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിയുടെ കൂടെ 40 വാഹനങ്ങൾ 1 മണിക്കൂർ മുമ്പേ ഗതാഗതം സ്തംഭിപ്പിക്കുക. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ ആശുപത്രി പോലും അടച്ചിട്ട് രോഗികൾക്ക് പുറത്തു വരാനോ അകത്തു പോകാനോ സാധിക്കാത്തത്. മുഖ്യമന്ത്രിയുടെ ഓരോ യാത്രയ്ക്കും കോടിക്കണക്കിന് രൂപയാണ് ചെലവാകുന്നത്. അത് മറ്റൊരു വശം. പക്ഷെ ജനങ്ങളെ ആകെ അകറ്റി നിർത്തി പൂർണ്ണമായിട്ടും ഒരു ഏകാധിപതി സഞ്ചരിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. കനത്ത സുരക്ഷയൊരുക്കി മുഖ്യമന്ത്രി ജനങ്ങളെ ഭയന്നിട്ട് കാര്യമില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. പ്രതിപക്ഷ വിമർശനങ്ങളെയെല്ലാം ചെറുക്കാൻ ഇ പി ജയരാജൻ മാത്രമാണ് ഇടതുപക്ഷത്തു നിന്നുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പിണറായി വിജയന് സുരക്ഷ ഏർപ്പെടുത്തിയതെന്ന് LDF കൺവീനർ ഇ പി ജയരാജൻ. സുരക്ഷയില്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങി നടക്കുന്നതെന്നും ഇ പി പറഞ്ഞു. സെക്യൂരിറ്റി വേണ്ടെന്നാ? അല്ല, ഞങ്ങൾ സെക്യൂരിറ്റി ഒന്നും ഇല്ലാണ്ട് തന്നെ നടക്കുന്നുണ്ട്. എൻ്റെ സെക്യൂരിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ അത് പറ. കനത്ത സുരക്ഷയിലൂടെ നടുവിലൂടെ കോട്ടയത്തെ KGOA യോഗവേദിയിലെത്തിയ മുഖ്യമന്ത്രി വിവാദങ്ങളോട് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. എന്ത് പിപ്പിടി കാട്ടിയാലും ഇങ്ങോട്ടേശില്ലെന്ന് KGOA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളെയും കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. സ്വർണ്ണക്കടത്ത് വിവാദത്തെക്കുറിച്ച് പേരെടുത്തു പറയാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചത്. എന്ത് പിപ്പിടി കാട്ടിയാലും ഇങ്ങോട്ടേശില്ല. ഇതൊക്കെ കൊണ്ട് എന്തോ ഇളകുമെന്ന് കരുതണ്ട. അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അവരേത് തരത്തിലുള്ള പിപ്പിടി കാട്ടിയാലും അതൊന്നും ഇങ്ങോട്ടേശില്ല കേട്ടോ. മാധ്യമങ്ങളെയും നേരിട്ട് ആക്രമിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. വിശ്വാസ്യതയ്ക്ക് ചേരുന്നതാണോ മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം. ആളുകളെ മായാവലയത്തിലാക്കാമെന്ന് കരുതിയോ? മാധ്യമങ്ങൾ സ്വയം തിരുത്തണമെന്നും പിണറായി വിജയൻ. ചില മാധ്യമങ്ങൾ എടുത്തു വെച്ച് നിങ്ങളൊന്ന് നോക്ക്. ആളുകളെ ആകെ വല്ലാതെ മായാവലയത്തിലാക്കി കളയാ. അങ്ങനെ LDF ഗവൺമെന്റിനെ വലിയ പുച്ഛത്തോടെ ആളുകൾ കാണുന്ന നിലയിലേക്ക് എത്തിച്ചു കളയാം എന്നാണോ ചിന്തിക്കുന്നത്? സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട വിശ്വാസ്യതയ്ക്ക് ചേർന്നതാണോ എന്നത് ഗൗരവമായി പരിശോധിക്കണം. PC ജോർജിനെയും പേരെടുത്തു പറയാതെ മുഖ്യമന്ത്രി വിമർശിച്ചു. ലൈസൻസ് ഇല്ലാത്ത നാവുകൊണ്ട് എന്തും പറയാമെന്ന് കരുതണ്ട. വിരട്ടലൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇല്ലാതെ നാക്കുകൊണ്ട് എന്തും പറയാമെന്നൊരു നിലയെടുത്താൽ അതിനെന്തായിരിക്കും ഫലം എന്ന് ഈ അടുത്ത നാളിൽ കണ്ടു. വിരട്ടാനൊക്കെ നോക്കി അതങ്ങ് വേറെ വെച്ചാൽ മതി. അത് ഇങ്ങോട്ട് ചെലവാകില്ല. 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ എവിടെയും സ്വർണ്ണക്കടത്ത് എന്ന വാക്ക് പ്രയോഗിക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം പുരോഗമിച്ചത്. ജനങ്ങളെ പൂർണ്ണ വിശ്വാസമാണെന്നും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹങ്ങൾ കണ്ട മലയാളിക്ക് മുന്നിലേക്ക് വീണ്ടും സ്വപ്ന സുരേഷ് എത്തിയത് വൈകുന്നേരം 6:30യോടെയാണ്. വികാരാധീനയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ സ്വപ്ന പറയാനുള്ളത് മുഴുമിപ്പിക്കാനാകാതെ കുഴഞ്ഞു വീണു. താൻ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷാജ് കിരൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായി വരികയാണെന്നുമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വപ്ന പറഞ്ഞത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. അപ്രതീക്ഷിതമായാണ് ഇന്ന് 6 മണിക്ക് സ്വപ്ന മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ള അറിയിപ്പ് ലഭിക്കുന്നത്. 6:30യോടുകൂടി തന്നെ ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്നു. അവർ പറഞ്ഞത്, ഞാൻ ഒരു ചെറിയ കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. ഇന്നലെ പുറത്തുവിട്ട ഓഡിയോ അത് തൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. അതല്ലാതെ തന്നെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നോ അത്തരം ആവശ്യങ്ങളൊന്നും തന്നെ ഉന്നയിക്കാനായിരുന്നില്ല ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു വിലപേശൽ നടന്നു എന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പുറത്തുവിട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആദ്യം അവർ തുടങ്ങി വെച്ചത്. ആ ഓഡിയോ ഈ എൻ്റെ കേസ് സംബന്ധമായി ഉള്ള കാര്യത്തിൽ റിലേറ്റഡ് ആണ് ഒരു എലിമെൻ്റ് വരെ. ദാറ്റ് ഒരു നെഗോസിയേഷൻ നടക്കാൻ ശ്രമം നടന്നു എന്നുള്ളത്. അതല്ലാതെ എൻ്റെ കേസിൽ ഞാൻ പ്രതിയല്ലാതെ ആവാനോ ഞാനൊരു അപ്രൂവർ ആവാനോ ഒരു ശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. ഷാജ് കിരണിനെതിരെ ഇന്നും അവർ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, അവർ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കിയ സ്വപ്ന പിന്നീട് ഷാജ് കിരൺ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ സരിത്തിനെ പൊക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് നടന്നിരിക്കുന്നു. ഇപ്പോൾ തൻ്റെ അഭിഭാഷകനായ കൃഷ്ണരാജിനെതിരെ കേസെടുത്തിരിക്കുന്നു. അതും ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. തന്നെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്, തനിക്ക് ചുറ്റുമുള്ള ആളുകളെ എല്ലാം തന്നെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അവരെ വെറുതെ വിടൂ, എന്തിനാണ് അവരെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നേരെ ദ്രോഹിക്കുന്നത്? തന്നെയാണ് വേണ്ടതെങ്കിൽ തന്നെ അവസാനിപ്പിക്കൂ എന്നാണ് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വപ്ന വീണ്ടും വ്യക്തമാക്കിയത്. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് പ്രകാരം സരിത്തിനെ ആദ്യം പൊക്കി, സരിത്തിനെ ഷാജ് കിരൺ
ഷാജ് കിരൺ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വഴി 45 minutes to 1 hour റിലീസ് ചെയ്തു. അതേ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. കൃഷ്ണരാജ് എന്ന് പറയുന്ന എൻ്റെ ലോയറിനെ പൊക്കും, പുള്ളിക്കാരനും കേസെടുക്കും. അത് സംഭവിച്ചില്ലേ ഇപ്പോൾ? അപ്പൊ ഷാജ് കിരൺ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് ഞാനാണോ ലോയറിനെതിരെ കേസ് എടുത്തത്? ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇത് നെഗോസിയേഷൻ അല്ലേ? ഇത് ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ റെപ്രസെന്റേറ്റീവ് അല്ലേ? Why are they attacking me like this? I still stick on to the statement that I gave. Don't hurt other people who are around me. Hurt me. Please kill me so that the story will get over. ഷാജ് കിരൺ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് ചുറ്റുമുള്ള ആളുകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ വേണമെങ്കിൽ തന്നെ അവസാനിപ്പിക്കൂ, എന്തിനാണ് തനിക്ക് ചുറ്റുമുള്ള ആളുകളെ ദ്രോഹിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ സമയം തന്നെ ഇവർ വലിയ തോതിൽ അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ മാറി നിൽക്കുന്നു. അപ്പോൾ ആ സമയത്തും തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ അവർ അവിടെ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത്. How many cases will you give on me? What more can I come? I'm already named as a terrorist. For no reason. Stop it. You can kill me, but stop killing other people. 2 മിനിറ്റ് നേരം HRDS ഓഫീസിന് മുമ്പിൽ അവിടുത്തെ കാർപോർച്ചിൽ ഇവർ വീണ് കിടക്കുന്നു. പിന്നീട് അവരെ ഓഫീസിനകത്തേക്ക് മാറ്റുകയും പിന്നെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി കനത്ത സുരക്ഷയിൽ പായുമ്പോഴും പ്രതിഷേധത്തിന് യാതൊരു കുറവുമുണ്ടായില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത്. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. ആയിരക്കണക്കിന് ആളുകളെ പ്രയാസപ്പെടുത്തി വലിയ പ്രയാസങ്ങൾ. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ബിരിയാണി വിളമ്പുകയും ചെയ്തു. പാലക്കാട് യൂത്ത് ലീഗ് പ്രവർത്തകർ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡിന് മുകളിലൂടെ പ്രവർത്തകർ കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം ഷാജ് കിരണിനെ സ്വപ്ന സുരേഷിനെതിരായ ഗൂഢാലോചന കേസിൽ മാപ്പുസാക്ഷിയാക്കാനാണ് പോലീസ് നീക്കം. ഇക്കാര്യത്തിലെ നിയമവശം പരിശോധിക്കുകയാണെന്ന് അന്വേഷണ സംഘം.
എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെ വേഗത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെ കേസെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. KSRTC ബസ് ഡ്രൈവറെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളായി ചിത്രീകരിച്ചുകൊണ്ട് മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയെന്നാണ് കേസ്. അഡ്വക്കേറ്റ് അനൂപ് BR ആണ് കൃഷ്ണരാജിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത്. IPC 295A വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. സ്വപ്നയുടെ കേസിൽ നിന്ന് പിന്തിരിയില്ലെന്ന് അഭിഭാഷകൻ R. കൃഷ്ണരാജ്. കേസെടുത്ത് വിരട്ടാമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ കൃഷ്ണരാജ് പ്രതികരിച്ചു. നേതൃത്വത്തിൽ കൃത്യമായ അജണ്ട, അതായത് ആ കേസ് എങ്ങനെയും കൊടുപ്പിക്കുകയായിരിക്കും സ്വപ്നയെ കൊണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട, കേസ് എന്തായാലും ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തല്ലോ കേസ് കൊടുക്കാനുള്ള ഏർപ്പാടായിട്ടുണ്ട്. അതിനെപ്പറ്റി പിടിക്കണം. കോടതി എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ത്രെറ്റ് ഉണ്ടെങ്കിൽ ഫയൽ ചെയ്തോളൂ. സ്വപ്നയുടെ മുൻകൂർ ജാമ്യം പറഞ്ഞപ്പോൾ കോടതി എന്നോട് പറഞ്ഞു എനിക്കും അറസ്റ്റ് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി എന്നോട് പറഞ്ഞു നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആൻറ്റിസിപ്പേറ്റേക്ക് മൂവ് ചെയ്യും, അതല്ലേ നല്ലതെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ടല്ലേ അത്? നിങ്ങളെ കോടതിയിലുണ്ടായിരുന്നു, നിങ്ങളെല്ലാം കേട്ടതല്ലേ? അപ്പോൾ ഇതൊന്ന് ഈ പിപ്പിടിയൊന്നും കാണിച്ചാൽ എന്താ പിണറായി വിജയൻ്റെ ഭാഷയല്ലേ പിപ്പിടി, ഈ പിപ്പിടിയൊന്നും കാണിച്ച് ഇങ്ങോട്ട് വരണ്ട. അതൊക്കെ അങ്ങ് കണ്ണൂരിൽ പോയാൽ മതി, ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളൊക്കെ നല്ല ഉഗ്രം തിരുവിതാംകൂറുകാരാണ്, ക്ഷാത്രവീര്യമുള്ള തിരുവിതാംകൂറുകാരാണ്, ഇങ്ങോട്ട് വരണ്ട. സ്വപ്ന സുരേഷ് പുറത്തുവിട്ട ശബ്ദരേഖയിൽ ഉൾപ്പെട്ട വിജിലൻസ് ഡയറക്ടർ MR അജിത് കുമാറിനെ സ്ഥാനത്തുനിന്ന് നീക്കിയെങ്കിലും സർക്കാരിന് തലവേദന ഒഴിയില്ല. എന്തിനായിരുന്നു സ്ഥാനചലനമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്തിനാണ് സ്ഥലം മാറ്റിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം. രാത്രി 10 മണി കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഉത്തരവിൽ അദ്ദേഹത്തെ മാറ്റി, അഡീഷണൽ DGP സ്ഥാനത്തുള്ള അദ്ദേഹത്തെ മാറ്റി IG സ്ഥാനത്തുള്ള ഒരാളെ അവിടെ കൊണ്ടുവച്ചു. അതൊക്കെ വയ്ക്കാം, സർക്കാരിന് വയ്ക്കാം. പക്ഷേ എന്തിനാണ് മാറ്റിയത്? അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അവർ കോടതിയിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവയ്ക്കും. അജിത് കുമാറിനെ മാറ്റിയതിലൂടെ സ്വപ്ന സുരേഷ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. BJP അധ്യക്ഷനും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തി. ആ ഓഡിയോ ക്ലിപ്പിലെ ഒരു കാര്യം സർക്കാർ സ്ഥിരീകരിക്കുകയും അതിനനുസരിച്ചുള്ള നടപടി സർക്കാർ എടുക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിൽ വരേണ്ടതല്ലേ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആള് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആള് പറഞ്ഞ ഒരു കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുത്തിരിക്കുക. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സർക്കാർ എന്തുകൊണ്ടാണ് ഷാജ് കിരणे അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്? അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഷാജ് കിരൺ സർക്കാരിന്റെ ഇടനില തന്നെയാണ് നടത്തിയിട്ടുള്ളത്. വിജിലൻസ് ഡയറക്ടറെ മാറ്റിയത് സർക്കാരിന്റെ കള്ളക്കളിയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇതിൽ വിജിലൻസ് ഡയറക്ടറെ ഒരു ബലിയാടാക്കുകയാണ്. തങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അത് പുറത്തു വന്നപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇത് വളരെ അപമാനകരമായ ഒരു നടപടിയാണ്. സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ എത്തി. വിജിലൻസ് മേധാവി MR അജിത് കുമാറിനെ മാറ്റിയത് ചില ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണെന്നായിരുന്നു കോടിയേരിയുടെ പ്രതികരണം. ഉയരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്, പാർട്ടിയല്ല. കലാപമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും കോടിയേരി. വിജിലൻസ് മേധാവിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ചില നടപടികളെ സംബന്ധിച്ചൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചെയ്തികളോട് ഗവൺമെൻറ് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് SS സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കാൻ കഴിയുന്ന സരിതാ നായരുടെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ സ്വപ്നയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചുവെന്നും സ്വപ്നയ്ക്ക് വേണ്ടി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടുവെന്നും സരിത മൊഴി നൽകി. സ്വപ്നയുടെ അമ്മയെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും തന്റെ ഫോണിലേക്കാണ് വിളി വന്നതെന്നും സരിതാ നായർ വ്യക്തമാക്കി. ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ്
ഞാനാണ് ഇത് മീഡിയാസിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു. സ്വപ്നയുടെ വിഷയങ്ങൾ ഫസ്റ്റ് മീഡിയാസിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഞാനാണ്. എങ്ങനെ ഇപ്പൊ സ്വപ്ന പറഞ്ഞല്ലോ ജയിലിൽ വെച്ച് പോലും എന്നെ കണ്ടിട്ടില്ല എന്ന്. ഇതേ ആൾക്കാർ തിരിച്ചാണ് പറഞ്ഞത്. അതായത് ജയിലിൽ വെച്ച് കണ്ടപ്പോൾ സ്വപ്ന എന്നോട് പറഞ്ഞ കാര്യങ്ങളായിട്ട് ഫസ്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യണം, ബാക്കി അവരെ ഏറ്റെടുത്തോളും എന്നാണ് പറഞ്ഞത്. പാലക്കാട് CPM-ന് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് തലവേദനയായിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകയുടെ കുളിമുറിയിൽ മൊബൈൽ ക്യാമറ വെച്ചതിന് CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. പാലക്കാട് കൊടുമ്പ് അമ്പലപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാനെതിരെയാണ് കേസ്. ഇയാൾ ഒളിവിൽ പോയതായി പോലീസ് അറിയിച്ചു. ഷാജഹാനെ സസ്പെൻഡ് ചെയ്തെന്ന് CPM നേതൃത്വം അറിയിച്ചു. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം മധുവിനെ തല്ലിക്കൊന്ന കേസിലെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കും. പ്രധാന സാക്ഷികൾ കൂറുമാറുന്നതിനാൽ പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുവരെ വിചാരണ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. പ്രതികൾ പണം നൽകിയാണ് സാക്ഷികളെ സ്വാധീനിക്കുന്നതെന്നും നീതി കിട്ടണമെന്നും മധുവിന്റെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വിജയിക്കുമെന്നിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് എങ്ങനെയായാലും ഹൈക്കോടതി പോയിട്ട് അറിയാൻ വേണ്ടിയാണ് പോയത്. പത്രം അഭ്യാസത്തോട് ക്ഷണിച്ചിട്ട് കൊടുത്തിട്ട് വരാൻ വേണ്ടി. അവരുടെ കാല് മാറി പോയി. അവർ പൈസ കൊടുത്തു. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല. ഞങ്ങൾ ഇങ്ങനെയായി പോയി. കോഴിക്കോട് കോട്ടൂളിയിൽ പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. എടപ്പാൾ സ്വദേശി സാദിഖാണ് അറസ്റ്റിലായത്. പമ്പിലെ മുൻ ജീവനക്കാരനാണ് സാദിഖ്. കഴിഞ്ഞ ദിവസമാണ് പമ്പ് ജീവനക്കാരനെ കെട്ടിയിട്ട് 50,000 രൂപ ഇയാൾ കവർന്നത്. മൺസൂൺ എത്തിയെങ്കിലും സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടാൻ ഇനിയും വൈകും. ജൂൺ അവസാന ആഴ്ചയിലോ ഒരുപക്ഷെ അതിനുശേഷമോ മാത്രമേ വ്യാപകമായി മഴ ലഭിക്കുകയുള്ളൂ. മൺസൂൺ സമയങ്ങളിൽ പതിവായി വീശിയടിക്കാറുള്ള മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയുള്ള തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ഇനിയും സംസ്ഥാനത്തെത്തിയിട്ടില്ല. കാറ്റിനനുബന്ധമായി പശ്ചിമതീരത്ത് ന്യൂനമർദ്ദപാത്തിയും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെടും. ഇതാണ് മൺസൂണിൽ ശക്തമായ മഴ പെയ്യ്ക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും മൺസൂണിൽ സാധാരണ ലഭിക്കാറുള്ള വ്യാപക മഴയ്ക്ക് ഇനിയും കാത്തിരിക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. രാജ്യത്ത് കോവിഡ് വ്യാപനം കൂടുന്നു. 3 മാസത്തിനിടെ ആദ്യമായി രോഗികളുടെ പ്രതിദിന എണ്ണം 8000 കടന്നു. 8329 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർ മരിച്ചു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ, 3081 പേർക്ക്. മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ചത് ഇത്രയും ആളുകൾക്കാണ്. കേരളം, ഡൽഹി, കർണാടകം, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുകയാണ്. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ ഈ മാസം 16-ന് UDF ഹർത്താൽ. കർഷകരുടെ ഭീതി അകറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ LDF-ഉം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. SSLC ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗ്രേസ് മാർക്കിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. കോവിഡ് കാരണം കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ബോണസ് മാർക്ക് കഴിഞ്ഞ വർഷം നൽകിയിരുന്നു. എങ്കിലും ഇത്തവണ ഇക്കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. സംസ്ഥാനത്തെ 4ാമത്തെ സെൻട്രൽ ജയിൽ തവനൂർ കൂരടയിൽ നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മുൻ മന്ത്രി KT ജലീൽ അറിയിച്ചു. 3 നിലകളോടുകൂടിയ മെയിൻ കെട്ടിടത്തിൽ തടവുകാരെ താമസിപ്പിക്കുന്നതിന് 34 ബാരക് സെല്ലുകളും 24 സെല്ലുകളും ട്രാൻസ്ജെൻഡേഴ്സിനായി 2 സെല്ലുകളും ജയിലിലുണ്ട്. 34 കോടിയോളം രൂപ ചെലവിട്ടാണ് 3 നിലയിലായി ജയിൽ സമുച്ചയം പൂർത്തിയായത്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.